പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇതാ വീണ്ടും ഇറാൻ പണി തുടങ്ങിയിരിക്കുന്നു. കുവൈറ്റിനെതിരെ വമ്പൻ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ ഇറാൻ കുവൈറ്റിനെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ഈ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം കുവൈറ്റ് സുരക്ഷാ ഏജൻസികൾ മുന്നണി ഏറ്റെടുക്കുകയും പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നു. ആക്രമണം കുവൈറ്റ് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റ് ന്യൂസ് ഏജൻസി കുന അത് പറയുന്നത് പ്രകാരം ആക്രമണം രാജ്യമെമ്പാടും യുദ്ധ സൈറനുകൾ മുഴങ്ങാൻ കാരണമായി. ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് പലായനം ചെയ്തു. കുവൈറ്റ് സൈന്യം ഉടൻ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കി. ശത്രു മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കൻ സൈന്യം, അതായത് അമേരിക്കയുടെ സെൻകോം ഈ ആക്രമണത്തിന് തിരിച്ചടിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നു. ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ പറന്ന ഒരു അമേരിക്കൻ MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതായി സെൻട്രൽ കോം അറിയിച്ചു. ഇതിന് മറുപടിയായി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി US ഇറാനിൽ പരിമിതമായ വ്യോമാക്രമണവും നടത്തിയിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടയിൽ നടത്തിയ ഈ ആക്രമണത്തിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനും 2 വൺ വേ അറ്റാക്ക് ഡ്രോണുകളും നശിപ്പിച്ചു. ഇറാനിലെ ഗുരൂഖ് പ്രദേശത്തും ഖേഷം ദ്വീപിലും സ്ഥിതി ചെയ്യുന്ന റഡാറുകളും ഡ്രോൺ കമാൻഡ് സെന്ററുകളും ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. മറുവശത്ത് US-ഉം ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ലബനനിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.